കദംബവനചാരിണി ദേവി കടമ്പ് വൃക്ഷങ്ങളുള്ള കദംബവനത്തിൽ സഞ്ചരിക്കുന്നവളാണ് ഹരി ത്രിപുരസുന്ദരി. പരമേശ്വര ഭാര്യയായ ഈ ശ്രീപാർവതി കദംബവനത്തിങ്കൽ, അതായത് കദംബവനത്തിങ്കൽ അങ്ങനെയാണല്ലോ. വനത്തിൽ എന്ന് പറയുമ്പോൾ കദംബവനയില്ല, കദംബവനചാരിണി. കദംബവനം എന്ന് പറഞ്ഞാൽ കടമ്പ് വൃക്ഷങ്ങൾ. കടമ്പ് വൃക്ഷങ്ങൾക്ക് ഈ ദേവിയായിട്ടുള്ള ബന്ധം. കടമ്പ് വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് വളരെ തണുപ്പ് കൊടുക്കുന്നതാണ്, വളരെ തണുപ്പ് കൊടുക്കുന്നതാണ്. മാത്രമല്ല കടമ്പ് വൃക്ഷങ്ങൾക്ക് ഈ ദേവന്മാരുടെ സാമീപ്യം കൂടുതലായിട്ട് അങ്ങനെയുള്ള വനങ്ങൾ, ഘോരവനങ്ങൾ അതായിരിക്കില്ല. തണുപ്പ് കൊടുക്കുന്നത് അത് എന്തോ എനിക്ക് തോന്നുന്നില്ല. കൊടകിലോ മറ്റേ പോയ പോലുള്ള പ്രതീതിയായിരിക്കില്ലേ? ഈ കൊടകിൽ മാത്രമേ തണുപ്പുള്ളൂ. അല്ല, കുറെ തണുപ്പിൽ മൈനസ് ഡിഗ്രി സ്ഥലമുണ്ട്. ഇതറിയില്ല, കൊടനാട്ടിൽ മനുഷ്യൻ താമസിക്കാതെ മൈനസ് ഡിഗ്രി സ്ഥലമുണ്ട്. പാടുന്നതായിരിക്കും പോകാൻ പറ്റില്ല. നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് കൊടകിലോ ഊട്ടിയിലൊക്കെ പോകും. കൊടകാര്യൊന്നും നമ്മുടെ കടപ്പുകൊണ്ടല്ല പറയാൻ പറ്റില്ല. അതാണല്ലോ പറയാൻ കാരണം. കൊടകല്ല. അപ്പൊ വിചാരിക്കും അടുത്തത് കദംബവനചാരിണിയാണ്. മുനികദംബ കാദംബരി പദങ്ങൾ പറയാലോ. മുനികദംബം മുനിസമൂഹമാണ്, മുനികളാകുന്ന സമൂഹം. അതായത് പറയട്ടെ, കദംബവനെന്ന് മാത്രം എടുത്താലും ഈ മുനികൾ എവിടെയാണെന്ന് നമ്മുടെ ടൗണിൽ ഉണ്ടാവുമല്ലോ. മുനികൾ പയ്യന്നൂർ ടൗണിൽ വന്നിട്ട് മുനികൾ ഇരിക്കുമല്ലോ. മുനികൾ പൊതുവേ ഈ പറഞ്ഞ പോലെ അങ്ങനെയുണ്ട്. വളരെ എന്താ പറയുന്നത്, ജനവാസങ്ങളൊന്നും ഇല്ലാത്ത, ആരും മറ്റുള്ള ഇതൊന്നും ഇല്ലാത്തതായ ഏറ്റവും നല്ല വനമേഖല. അപ്പോൾ ഈ ബോധിവൃക്ഷമൊക്കെ എന്തിനാണ് നമ്മൾ കാലം വരയാനൊക്കെ പറയുന്നത്? അതിൻ്റെ അടുത്ത് അതിൻ്റെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, അതിൻ്റെ ഓക്സിജൻ കുറച്ചധികം സാധാരണ. ചില മരങ്ങൾക്ക് ഉണ്ടാകുന്ന ഓക്സിജൻ കുറച്ച് കൂടുതലാണ്. മുനികദംബം മുനിസമൂഹം, മുനികളുടെ സമൂഹമാകുന്ന അവർക്ക് കടമ്പ് വൃക്ഷത്തെ പോലെയാണത്. കദംബവനചാരിണിയാണ്, മുനികദംബ കാദംബരിയാണ്. അല്ല, ഒന്ന് മാത്രം പറയുന്നതല്ല. കദംബവനചാരിണിയാണ്, മുനികദംബ കാദംബരിയാണ്, നിദംബജിത ഭൂതരയാണ്, സുരനിദംബിനി സേവിതയാണ്, നവാമൃഹലോചനയാണ്. നല്ല താമര പോലെയുള്ള വലിയ കണ്ണുകളെ കൂടിയതാണ് നവാമൃഹലോചന. അഭിനവാമുദ ശ്യാമളയാണ്, ഏറ്റവും നൂതനമായിരിക്കുന്ന ശ്യാമള കൃഷ്ണവർണ്ണ, വെള്ളം കറുപ്പോട് കൂടിയ കൃഷ്ണൻ്റെയൊക്കെ നിറം പോലെയുള്ള വെള്ളം കറുപ്പോട് കൂടിയതായ ഈ ദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയും ദേവിയുടെ വാസസ്ഥാനത്തെ പറയുകയും ഈ കടമ്പ് വൃക്ഷങ്ങൾ ഈ മുനികദംബ കാദംബരിയാണ്. മുനികദംബങ്ങൾ എന്ന മുനിസമൂഹങ്ങൾ, കാദംബരി മേഘമാണ്. അപ്പം മേഘമാല, ഈ മേഘങ്ങളൊക്കെ അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം മേഘങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ താഴ്ന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പോ കാര്യങ്ങളോ കൊടുക്കുന്നതായ അങ്ങനെ ഒരു സങ്കേതം എന്നാണ് ഈ ദേവിയുടെ സ്തുതിയായിട്ട് ബന്ധപ്പെട്ട് മുനികദംബ കാദംബരിയാണ്. മുനികദംബ കാദംബരി എന്നല്ല പറഞ്ഞത്. കദംബവനചാരിണി, മുനികദംബ കാദംബരി. കദംബവനചാരിണിയാണ്, കദംബവനത്തിൽ സഞ്ചരിക്കുന്നവളാണ്. മുനികദംബ കാദംബരി, മുനികദംബങ്ങൾക്ക് കാദംബരിയാണ്, അത് മേഘമാലയാണ്. മുനി സമൂഹങ്ങൾക്ക് തന്നെ, മുനിമാർക്കൊക്കെ ദേവീനെയാണ് പറയുന്നത്. ഇതിൽ വിശേഷം നോക്കിയാൽ ഇതെല്ലാം ദേവിയിലേക്കാണ്. ഈ ദേവിയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. തണുപ്പ് കടമ്പ് വൃക്ഷങ്ങളെന്ന് എടുത്തു പറയുമ്പോൾ മുനികളാകുന്ന കദംബങ്ങളിൽ നിന്നാണ്. അങ്ങനെയാണ് മുനികളാകുന്ന കദംബങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതങ്ങനെയാണ് അല്ലേ? മുനികളാകുന്ന കദംബങ്ങളിലെ പിന്നെ ഇവിടെ ദേവിക്ക് പ്രാധാന്യമില്ലല്ലോ. വിശേഷങ്ങൾ എപ്പോഴും നമുക്കൊരു പൂർവ്വകാല വിശേഷം മുനികദംബ കാദംബിനി. അടുത്ത വരി അല്ല, ഒരു വിശേഷം കൂടി. അതെ, മുനികദംബ ചാരിണിയാണ്, മുനികദംബ വാസിനിയാണ്. പിന്നെ പറഞ്ഞത് നിദംബജിത ഭൂതരയാണ്. മേഘങ്ങളുടെ കറുപ്പ് ഉണ്ടോ? അലങ്കാരമാണോ അറിയാൻ പറ്റില്ല. അതായത് മുനികദംബ കാദംബിനി അല്ല ശ്ലോകം കിട്ടുമല്ലോ. മുനികദംബ ചാരിണി, മുനികദംബ കാദംബിനി, നിദംബജിത ഭൂതര, നവാമൃഹലോചന, അല്ല നവാമൃഹലോചന കണ്ണ്. നവാമൃഹ എന്ന് പറഞ്ഞാൽ പുതിയ
താമരപ്പൂവിന്റെ എതിർ അങ്ങനെയാണോ അതുപോലുള്ള ലോചനത്തോടു കൂടിയവൾ. നവാമുരുഹ ലോചന. പിന്നെ പറഞ്ഞു അഭിനവാമുദശ്യാമള, അഭിനവമായിരിക്കുന്ന അമൃതം പോലെ ഏറ്റവും പുതിയത് ഇപ്പോഴും വിരിഞ്ഞത് എന്ന് പറഞ്ഞു. ഇപ്പോഴുണ്ടായിരുന്നു അഭിനവമായിരിക്കുന്ന അമൃതം പോലെ അമൃത കാരണേ കാണും. ഇപ്പോഴുണ്ടായത് അത് വിരിഞ്ഞതല്ല, ഇപ്പോഴുണ്ടായ പുതിയ പുതുമേഘം. അഭിനവ അമൃത ശ്യാമള എന്ന് പറഞ്ഞു. അമൃത കാർമേഘം. അല്ല അമ്പുജം എന്ന് പറഞ്ഞില്ല, അമ്പുതം. അമ്പുതം അമ്പുത വഹിക്കുന്ന ജലത്തെ അമ്പുജം വേറെ പറഞ്ഞില്ല. അതെ, അതായത് അമ്പുജമല്ല, രണ്ടാമത് മുനി നവാമുദ ശ്യാമളയാണ്. നവമായിരിക്കുന്ന അമൃതം പോലെയുള്ള ഈ നവമായിരിക്കുന്ന അമൃതം എന്ന് പറഞ്ഞാൽ പുതിയ മേഘം. ഇപ്പം മേഘങ്ങൾ കുറേ സമയത്ത് ഉണ്ടാകുന്ന മേഘവും പുതിയ മേഘവും വ്യത്യാസമുണ്ട്. അങ്ങനെയുണ്ട്. പുതുമേഘം. പുതുമേഘം പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മേഘം എല്ലാ സമയത്ത് ആകാശത്ത് മേഘത്തെ കാണാം. അല്ല, ഇപ്പൊ ഇത്തരം മേഘം ഉണ്ടായി. ഈ മേഘമല്ല പറയുന്നത്. ഈ മേഘത്തിന് പോയിട്ട് വ്യത്യാസം കിട്ടൂല. ഈടെ മഴ പെയ്ത് മേഘം പുതുമഴ പെയ്യുമ്പോ കാരണം ആദ്യത്തെ മേഘല്ലേ, അങ്ങനെയാണ് നവാമ്പതം എന്ന് പറയും. ഈ വെള്ളം കൊണ്ട് നടക്കലാണ് മേഘത്തിന്റെ പണി. ഇവിടെ മഴ വരണമെങ്കിൽ മേഘത്തിന് മഴയും ഈ വെള്ളത്തിനെ കൊണ്ട് ശേഖരിച്ചിട്ട് വേണം പർജന്യം വെള്ളത്തിൽ ശ്യാമള അഭിനവാമുദ ശ്യാമള. കറുപ്പില് ഈ മേഘത്തിന് എങ്ങനെയാണ് കറുപ്പുണ്ടാകുന്നത്? മേഘത്തിന് കറുപ്പുണ്ടാകുന്നതെന്ന് വെച്ചാൽ മനസ്സില്ല. മേഘത്തിന് നമ്മളിവിടെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കറുപ്പ് കാണുന്നുണ്ട്, പക്ഷെ ശരിക്കും മേഘത്തിൽ കറുപ്പുണ്ടോ? ജലത്തെ വഹിക്കുന്നതുകൊണ്ടുള്ളതല്ലേ പറഞ്ഞത്. ഇവിടെ പറഞ്ഞതാണ്. നിങ്ങൾ വേറെ മേഘത്തിനെ ഉദ്ദേശിച്ച് എനിക്കറിയില്ല. ഇവിടെ പറഞ്ഞത് പുതിയ മേഘം മഴയിലും കൊണ്ടുവരുന്ന മേഘം തന്നെയാണ്. ആയിക്കോട്ടെ, ഈ മേഘത്തിൽ ഈ കറുപ്പ് എങ്ങനെ വന്നു? മേഘത്തിൽ കറുപ്പൊന്നും ഇങ്ങനെ തന്നെ വരും. പിന്നെ എങ്ങനെ വരുന്നത്? കറുപ്പ് വരുന്നു. വെളുപ്പിൽ കറുപ്പ് വരാൻ മാത്രമല്ല, എന്താ ഉള്ളത് ഈ മേഘത്തിനുള്ളിൽ? അതന്നെ പറഞ്ഞ അമൃതം ജലത്തെ വഹിച്ചു നിൽക്കുന്നത്. ജലത്തിൽ കറുപ്പില്ലല്ലോ. ജലത്തെ വഹിക്കുന്നതാണ് മേഘമെങ്കിൽ ജലത്തിലെവിടെ കറുപ്പിന് കറുപ്പുണ്ട് ഞാൻ പറഞ്ഞു. ജലം ഇനി ഒന്നിച്ച് കൂട്ടിയാൽ അത് ജലം ഒന്നിനെ പൊഴിച്ച ഐസ് കട്ടയായിട്ട് നമുക്ക് കാണാം, വെളുത്തിട്ട് കാണാം. അതൊക്കെ കറുക്കുന്നത്. അതെങ്ങനെയാണ് കറുപ്പ്? മേഘം കറുപ്പ് എന്ന് പറയുന്നത് നമുക്ക് കറുപ്പായിട്ട് തോന്നുന്നതാണ്. അതായത് മേഘത്തിൽ കറുപ്പുള്ളത് നിങ്ങളോട് അതായത് ഇവിടെ പറയേണ്ടത്, ഞാൻ ചോദിക്കുന്നത് മേഘം എങ്ങനെയാണോ അതുപോലെയാണ് ഇവൾ. അതെങ്ങനെ ഈ കറുപ്പാണ്? പുതുമേഘം കറുത്തിട്ടാണ്. അപ്പൊ ആ കറുത്ത നിറത്തോട് കൂടിയവളായിട്ടാണ് ഇവിടെ പറഞ്ഞത്. അതിന് ഈ സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ദേവീനെ ഈ മേഘത്തോട് കറുത്ത മുടിയോട് സാദൃശ്യപ്പെടുത്താറുണ്ട്. കുട്ടികൾക്കൊക്കെ പഠിക്കാനുണ്ട്. എനക്കറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ മാഷുണ്ട് അവിടെ അത് പറഞ്ഞേക്കാം. മേഘം കറുത്തിട്ടാണ് കാണപ്പെടുന്നത്. വെള്ളമാണെന്നും താങ്കൾ പറയുന്നു. വെള്ളമായ മേഘം എങ്ങനെയാണ് കറുത്തിട്ട് കാണുന്നത്? എനിക്കൊരു സംശയമുണ്ട്. ഈ മഴ പെയ്യുന്ന സമയത്ത് മേലോട്ട് നോക്കല്ലേ? ഞാൻ എപ്പോഴും താഴോട്ട് നോക്കല് അല്ല, മേലോട്ട് നോക്കിയതുകൊണ്ടാണ് കറുത്തിട്ട് കാണുന്നത് അല്ലേ? ആ കറുപ്പ് കാണാൻ എന്താ കാരണം? ഞാൻ പറയട്ടെ. അതായത് ഈ മഴമേഘങ്ങൾ സാധാരണ വരുമ്പോ വെളുത്ത മേഘത്തിലല്ല ഉണ്ടാവുക. അത് ഒരുപാട് അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഓസോൺ പാളിയായി ബന്ധപ്പെട്ട് ഒരുപാട് അതവിടെ നിൽക്കട്ടെ. മറ്റൊരു ചോദ്യം, ഇത് ദേവി കറുത്തവളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ സാധാരണ ദേവിനെ വെളുത്തവളാണ്, മുടിയാണ്, കറുത്ത മുടിയോട് കൂടിയവളൊക്കെ സാധാരണ പറയാറുണ്ട്. ഇവിടെ കറുത്തവളാണ്. കറുത്തവരെന്തെങ്കിലും സൗന്ദര്യമില്ല. സൗന്ദര്യമില്ലാതെ പറഞ്ഞില്ല. സാധാരണ ശ്ലോകങ്ങളിൽ സാധാരണ വർണ്ണിക്കപ്പെടേണ്ടത് ദേവിയില്ല അല്ലേ? ശരിക്കും അഴക് കറുപ്പിലാണ്. അഴക് കറുപ്പിലാണ്. അല്ല, ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല. നിങ്ങളെ ഒരാളെ വീക്ഷണം. ചിലപ്പോൾ കറുപ്പ് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാം. കറുപ്പിന് ഏഴഴക് എന്നൊക്കെ പറയാറില്ലേ? അതൊക്കെ തെറ്റതല്ല പറയുന്നത്. ഈ ശ്ലോകത്തിൽ എങ്ങനെയാണ് താങ്കൾ പറഞ്ഞത്? പക്ഷെ അധികവും അരുണവർണ്ണം ദേവിനെ സിന്ദൂരാരുണ വിഗ്രഹം അവിടെയൊക്കെ അരുണവർണ്ണം ചുവന്ന കൊടുത്തവൾ എന്നാണ് പറയാം. കവിയുടെ ഭാവനല്ലേ? ഭാവനന് ആ ഭാവന ഞാൻ പറഞ്ഞത്. അതെ, കവിയുടെ ഭാവന അത് വരുമ്പോൾ കറുത്ത വളം കൊടുത്തോളം ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് ഈ സംശയം, ഈ മേഘം എന്തുകൊണ്ട് വെള്ളമാണെങ്കിൽ എന്തുകൊണ്ട് കറുത്തിട്ട് കാണുന്നു? അതെ, അത് കേൾക്കാൻ ഇതെന്നെ ആവർത്തിക്കുകയും 5 തവണ ആകാംക്ഷയുടെ മേഘം എന്താ കറുത്തിട്ട് കാണുന്നത്? കുട്ടികൾക്കെല്ലാം അറിയാം, അറിയാമായിരിക്കും. എനിക്കറിയില്ല, കുട്ടികൾക്കെല്ലാം അറിയാം മേഘം എന്തുകൊണ്ടാണ് കറുത്തിട്ട് അറിയാമായിരിക്കും. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുണ്ട്, നമ്മുടെ
സംവിധാനങ്ങളും ഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും കാണാത്തൊരു കാലഘട്ടത്തിൽ മേഘങ്ങൾ എന്താണെന്ന് പറഞ്ഞവരുണ്ട്. ഇന്ന് നമുക്ക് ചന്ദ്രനിൽ പോയി വരാൻ സൗകര്യങ്ങളുണ്ട്. പക്ഷെ അന്ന് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഋഷിമാരും മറ്റുമൊക്കെ ഈ ചന്ദ്രൻ, ഈ മേഘം എന്താണെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കവികളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതോ കാലം മുതൽക്ക് ഇന്നതാണ് മേഘം, മേഘത്തിൽ നിന്നത് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാളിദാസൻ ഈ മേഘ സന്ദേശത്തിൽ പറഞ്ഞത്. മേഘത്തെ നേരിട്ട് കണ്ടില്ല. അതെന്താ പറഞ്ഞത് നോക്കാം. അല്ല, അത് എങ്ങനെ കണ്ടില്ല? അവർ ആത്മജ്ഞാനികളാണ്. ആത്മജ്ഞാനികളാണ്. അറിവ് ഈ പറഞ്ഞ പോലെ ഏതോ ശങ്കരാചാര്യ കാളിദാസൻ എന്താ പറഞ്ഞത്? ഒരു മിനിറ്റ്, എല്ലാവരും നിങ്ങളെ പറഞ്ഞാൽ ശരിയാവും. എന്നെ പറയാൻ അനുവദിക്കണം. ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അതായത് ശങ്കരാചാര്യ സ്വാമികൾ വിവാഹം കഴിച്ചില്ല. പരകായ പ്രവേശം നടന്നിട്ട് ആ സുഖം ഇന്നതാണ് എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ട് പുസ്തകം. അതേപോലെ അവർ നമുക്ക് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ 4 മഠങ്ങൾ ഉണ്ടെങ്കിലും അതിലൊരു മഠമാണ് ഇടനീർ മഠമാക്കി പോയത്. പക്ഷെ നമുക്ക് ഇവിടെ ആചാര്യന്മാരുടെ ശക്തി, തപശക്തിയും അവരുടെ വിജ്ഞാനവും ആ തലത്തിലേക്ക് മനുഷ്യൻ എന്നത് സാധാരണ ആളാണ്. മനുഷ്യൻ സാധാരണ ആളല്ല. സാധാരണ എല്ലാ പ്രപഞ്ചത്തിലും എല്ലാ ജീവജാലങ്ങളെ പോലെ മനുഷ്യൻ, മേഘത്തിൻ്റെ അവിടെ ഞാൻ പറയാം, എല്ലാ ജീവജാലങ്ങളെ പോലെ മനുഷ്യൻ അല്ല. ആന ഇപ്പോൾ കാട്ടിലുണ്ട്, അതിന് മഴയും പറ്റും, വെയിലും പറ്റും, അല്ലെങ്കിൽ മഞ്ഞും പറ്റും. മനുഷ്യനോ പറ്റാം? പറ്റൂല. അപ്പൊ അതുപോലെ അല്ല, അതെ ഞാൻ പറഞ്ഞത് മേഘത്തിന്റെ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് വരുന്നെങ്കിൽ മേഘം പറഞ്ഞത്, മേഘത്തെ കുറിച്ച് പറഞ്ഞത് മഴമേഘങ്ങളെയും കൊണ്ട് വഹിച്ചു വരുന്ന മേഘത്തിന് വെള്ളം കറുപ്പാണ്. അതെങ്ങനെ വന്നു? എങ്ങനെ വന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മഴമേഘങ്ങൾ ഈ ജലത്തിന്റെ അംശം വരുന്നതുകൊണ്ടാന്ന് പറഞ്ഞില്ലേ. അത് കൂടുതലുണ്ടെങ്കിൽ പറയാം. അത് അപ്പുറപ്പുറം ചെയ്യേണ്ട പക്ഷം വരുതാ. രണ്ട് ആനകൾ കൊമ്പ് കുത്തി പരസ്പരം മത്സരിച്ച് കളിക്കുന്ന രീതിയിൽ കവി കാളിദാസൻ ആകാശത്തിലേക്ക് നോക്കിയിട്ട് പ്രഥമ ദിവസേ മേഘമാശ്ലിഷ്ടസാരം സഹായിച്ചു പറഞ്ഞെങ്ങനെ പ്രേക്ഷണീയം ദദർശ. അങ്ങനെ കുറച്ച് വയസ്സാണ്. രണ്ടാണ് സാഹിത്യമാണ്. അതൊന്നും എനിക്ക് ഭാഷയില്ല. ഞാൻ പറഞ്ഞത് അതിൽ പറഞ്ഞത് ഈ കാളിദാസന് പ്രയോഗം കൊണ്ട് പറഞ്ഞത് അത് ഈ പറഞ്ഞ പോലെ